നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ സംഘർഷം കാസർഗോഡിനെ യുദ്ധക്കളമാക്കി. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി. പലർക്കും പരിക്കേറ്റു. സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. പരിമിതമായ സ്ഥലത്ത് പരിപാടി നടത്തി. തിരക്ക് നിയന്ത്രിക്കുവാൻ സൗകര്യമൊരുക്കിയില്ല. കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടി അലങ്കോലമായത് സംഘാടനത്തിലെ പിഴവിൽ. വൻ വിമർശനം. പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട്ടിലാക്കി. പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. ശിറിയാവാഡിൽ വാറണ്ട് കേസിൽ പ്രതിയായ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പത്രിക അംഗീകരിച്ചുവെന്ന പരാതിയുമായി UDF രംഗത്ത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതായി UDF സ്ഥാനാർത്ഥി. ഏണിയാടി മഹാമുറൂസ് ജനുവരി 15 മുതൽ 22 വരെ നടക്കും. 15-ാം തീയതി രാത്രി 9 മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി പെൻഷനേഴ്സ് ഫോറം HMS കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ സംഘർഷം കാസർഗോഡിനെ യുദ്ധക്കളമാക്കി. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്കാണ് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായത്. പലർക്കും പരിക്കേറ്റു. പരിഭ്രാന്തരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ വൻ ദുരന്തം തന്നെ കാസർഗോഡ് ഉണ്ടാകുമായിരുന്നു. സംഭവത്തിൽ സംഘാടകർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതിനും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനുമാണ് കേസ്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ കാസർഗോഡ് ഫ്ലീ എന്ന യുവജന കൂട്ടായ്മ ഹനാൻ ഷായെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഗാനമേളയ്ക്കിടെയാണ് കാസർഗോഡ് നഗരത്തെ യുദ്ധക്കളമാക്കിയ സംഘർഷമുണ്ടായത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഗായകൻ ഹനാൻ ഷായുടെ പാട്ട് കേൾക്കുവാനായി പതിനായിരങ്ങളായിരുന്നു തടിച്ചുകൂടിയത്. 100 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ഓൺലൈനിലുൾപ്പെടെ ടിക്കറ്റ് എടുത്തിട്ടും അകത്തേക്കു കയറുവാൻ കഴിയാത്ത ആളുകൾ തള്ളിക്കയറുവാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. അകത്ത് കയറിയ ആളുകളെക്കാൾ ഏകദേശം 3 ഇരട്ടി പേർ പുറത്ത് തടിച്ചുകൂടിയിരുന്നു. ഇതിനിടെ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റു. പലർക്കും ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി. വൻ ദുരന്തം തന്നെ ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിൽ പോലീസ് ഇടപെടുകയും കൂടി നിന്നവരെ മാറ്റുകയുമായിരുന്നു. ജനങ്ങൾ പരിഭ്രാന്തരാകുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പല ദിക്കുകളിലൂടെയായി ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. എന്ത് ഭ്രാന്ത് കഴിക്കുന്നത്? എന്ത് എന്ത് കൊന്ന് 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 പോലീസ് ഇടപെട്ട് പരിപാടി നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ടതോടെ അകത്തും സംഘർഷാവസ്ഥയുണ്ടായി. പണം നൽകി കാണുവാൻ വന്ന പരിപാടി നിർത്തിവെക്കരുതെന്നായിരുന്നു പരിപാടി കാണുവാനെത്തിയവരുടെ ആവശ്യം. റീഫണ്ട് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് പോലീസുമായും സംഘാടകരുമായും ജനക്കൂട്ടം വാക്തർക്കമുണ്ടായി. സംഘർഷം ഒഴിവാക്കുവാൻ പിന്നീട് പോലീസ് ഇടപെട്ട് ഹനാൻ ഷായുടെ പരിപാടി നിർത്തിവെക്കുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരിൽ ഏറെയും. ആരുടെയും നില ഗുരുതരമല്ല. ചെറുകിട വ്യവസായങ്ങളെയും വനിതാ സംരംഭകരെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബിസിനസ് സ്റ്റാളുകളും രാത്രികാല കലാപരിപാടികളും ഇതിന്റെ ഭാഗമായിരുന്നു. സമാപന ദിവസമായ ഞായറാഴ്ച രാത്രിയാണ് സംഗീതമേളയ്ക്കിടെ സംഘർഷമുണ്ടായത്. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ വൻ ദുരന്തം തന്നെ കാസർഗോഡ് സംഭവിക്കുമായിരുന്നു.
സംഭവത്തിൽ സംഘാടകർക്കെതിരെ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഘാടകരായ 5 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതിനും മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനുമാണ് ടൗൺ പോലീസ് സ്വമേധയാ കേസെടുത്തത്. 3000 പേർക്കുള്ള അനുമതിയായിരുന്നു പോലീസ് നൽകിയത്. എന്നാൽ 20,000-ലധികം ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുവെന്നും FIR-ൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പണം മുടക്കി ടിക്കറ്റുമെടുത്ത് കാസർഗോട്ട് ഹനാൻ ഷായുടെ പരിപാടി കാണുവാൻ എത്തിയവർക്കുണ്ടായത് വൻ നിരാശ. സംഘാടകരുടെ പിഴവ് മൂലം അലങ്കോലമായ പരിപാടിയിൽ പണം നഷ്ടപ്പെടുക മാത്രമല്ല, തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിമിതമായ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചതും തിരക്ക് നിയന്ത്രിക്കുവാൻ സൗകര്യമൊരുക്കാത്തതുമെല്ലാം സംഘാടനത്തിലെ പിഴവുകളായി. പോലീസിന്റെ കൃത്യമായ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ കാസർഗോഡ് ഫ്ലീ വലിയൊരു ദുരന്തത്തിൽ തന്നെ കലാശിക്കുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഗായകൻ ഹനാൻ ഷായുടെ സംഗീത പരിപാടി ആസ്വദിക്കുവാനായി പ്രതീക്ഷയോടെയാണ് ഓൺലൈനിൽ ഉൾപ്പെടെ ടിക്കറ്റുമെടുത്ത് ഏവരും ഞായറാഴ്ച നുള്ളിപ്പാടിയിലെ കാസർഗോഡ് ഫ്ലീ ഫെസ്റ്റിനെത്തിയത്. വൈകുന്നേരമായപ്പോഴേക്കും വാഹനങ്ങളുടെ നീണ്ട നിരയാൽ നഗരം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന കാഴ്ചയായിരുന്നു. മിനിറ്റുകൾ കഴിയുന്തോറും ജനപ്രവാഹം വർദ്ധിച്ചു. തിരക്ക് നിയന്ത്രണാതീതമായതോടെ ജനങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി. ടിക്കറ്റുമെടുത്തു വന്ന് പരിപാടി കാണുവാനെത്തി അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതോടെ ജനക്കൂട്ടം ബഹളമുണ്ടാക്കുവാൻ തുടങ്ങി. വൻ തിരക്കിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വലഞ്ഞു. തിരക്ക് ദുരന്ത സാധ്യതയിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെടുകയും ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പലരും ഇത് അനുസരിക്കാതെ വന്നപ്പോൾ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ഇതോടെ രംഗം കൂടുതൽ കലുഷിതമായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പേടിച്ച് പല വഴിക്കായി പാഞ്ഞു. കുറച്ച് സമയത്തേക്ക് സർവീസ് റോഡിലും പാലത്തിനടിയിലുമായി സംഗീത പരിപാടിക്കെത്തിയവർ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ച നഗരത്തെ യുദ്ധക്കളം തന്നെയാക്കി മാറ്റി. തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്കാണ് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായത്. പലർക്കും പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് പോലീസ് ഇടപെടുകയും ഹനാൻ ഷായുടെ പരിപാടി നിർത്തിവെക്കുകയും ചെയ്തു. പണം മുടക്കി ടിക്കറ്റുമെടുത്ത് കാസർഗോട്ട് ഹനാൻ ഷായുടെ പരിപാടി കാണുവാൻ എത്തിയവർക്കെല്ലാം നിരാശയോടെ മടങ്ങേണ്ടി വന്നു. 100 രൂപയായിരുന്നു പരിപാടിയുടെ പാസ് ചാർജ്. എന്നാൽ ജനത്തിരക്കേറിയപ്പോൾ അതിന് പരിഹാരം കാണാതെ സംഘാടകർ ഇത് 200 രൂപയാക്കി വർദ്ധിപ്പിച്ചത് കടുത്ത വിമർശനത്തിനാണ് ഇടയാക്കിയത്. പലരും ടിക്കറ്റുകൾ വലിയ തുകയ്ക്ക് ബ്ലാക്കിൽ വിൽപ്പന നടത്തിയതായും പറയുന്നു. പല പരിപാടികൾ കാസർഗോട്ട് നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇതാദ്യമായാണ്. പരിമിതമായ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചതും തിരക്ക് നിയന്ത്രിക്കുവാൻ സൗകര്യമൊരുക്കാത്തതുമെല്ലാം സംഘാടനത്തിലെ പിഴവുകളായി. ആസൂത്രണമില്ലാതെ ഒരു പരിപാടി നടത്തിയാൽ എന്ത് സംഭവിക്കും എന്നതിന് ഉദാഹരണമാണ് ഈ പരിപാടിയെന്നും സോഷ്യൽ മീഡിയയിലിട്ട കുറിപ്പുകളിൽ പലരും പറയുന്നു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും ഇവർ പറയുന്നു. സംഘാടന മികവില്ലാതെ നടത്തിയ ഈ പരിപാടിക്ക് ഇത്തരത്തിൽ പലരിൽ നിന്നുമായി വലിയ വിമർശനമാണ് നേരിടുന്നത്. ചെറുകിട വ്യവസായങ്ങളെയും വനിതാ സംരംഭകരെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ കാസർഗോഡ് ഫ്ലീ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബിസിനസ് സ്റ്റാളുകളും രാത്രികാല പരിപാടികളും ഇതിന്റെ ഭാഗമായിരുന്നു. എന്തായാലും സംഭവത്തിൽ സംഘാടകർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഘാടകരായ 5 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന മറ്റുള്ളവർക്കുമെതിരെയാണ് കേസ്. പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതിനും മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനുമാണ് ടൗൺ പോലീസ് സ്വമേധയാ കേസെടുത്തത്. 3000 പേർക്കുള്ള അനുമതിയായിരുന്നു പോലീസ് നൽകിയത്. എന്നാൽ 20,000 ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുവെന്നും FIR-ൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട്ടിലാക്കി. പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിൽ കുളത്തിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട്ടിലാക്കി. പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. വിശദമായ പരിശോധനയ്ക്ക് ശേഷം കാട്ടിലേക്ക് വിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് DFO ജോസ് മാത്യു പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കൊടവലം നീരാളം കൈയിലെ മധുവിന്റെ വീട്ടുപറമ്പിലെ കുളത്തിൽ പുലിയെ വീണ നിലയിൽ കണ്ടെത്തിയത്. കുളത്തിൽ ശബ്ദം കേട്ട് അന്വേഷിക്കാനെത്തിയ മാതാവ് ഉച്ചിരമ്മയാണ് പുലിയെ ആദ്യമായി കണ്ടത്.
പൈപ്പിൽ അള്ളിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു പുലി. വിവരമറിഞ്ഞ വലിയ ജനക്കൂട്ടം കുളത്തിന് സമീപം തടിച്ചുകൂടി. നാട്ടുകാരുടെ വിവരത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി. ആനിമലിനെ ഇന്നലെ പുല്ലൂർ കൊടവലത്തു നിന്നുള്ള ഒരു കുളത്തു നിന്നാണ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസ്ക്യൂ ചെയ്ത് നേരെ ഇവിടെ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് അതിന് ഫെർദറായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. ഇനിയിപ്പം കറൻ്റ് ഇപ്പോൾ നമ്മുടെ ഒബ്സർവേഷനിലാണുള്ളത്. ആനിമലിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ വൂണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ബാക്കി അതിനുള്ള മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറൻ്റ് ഇപ്പോൾ ആനിമൽ ഒബ്സർവേഷനിലാണുള്ളത്. ഇനി ഫെർദർ എന്തെങ്കിലും കാര്യങ്ങൾ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുകയാണ്. ആനിമലിന് ഏകദേശം ഒരു വയസ്സുള്ള ആനിമലാണ്, ഫീമെയിലാണ്. കണ്ണൂർ ആറളത്തു നിന്ന് വനം വകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ ഇല്യാസ് രാത്രി തന്നെ സ്ഥലത്തെത്തി. കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസർ കെ രാഹുൽ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ NV സത്യൻ, RRT സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇരുമ്പുകൂട് വടം കെട്ടി ഇറക്കി പുലിയെ സുരക്ഷിതമായി കൂട്ടിനുള്ളിലാക്കി. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. രാത്രിയിലും ജനക്കൂട്ടം തടിച്ചുകൂടിയതോടെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു. പിന്നീട് വാഹനത്തിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്താണ് ആളുകളെ മാറ്റിയത്. 2 വയസ്സുള്ള പുലിയാണ് കുളത്തിൽ വീണത്. ചികിത്സ ആവശ്യമെങ്കിൽ ലഭ്യമാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളെന്ന് DFO പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊടവലം. വാറണ്ട് കേസിൽ പ്രതിയായ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പത്രിക അംഗീകരിച്ചുവെന്ന പരാതിയുമായി UDF രംഗത്ത്. മംഗൽപാടി പഞ്ചായത്തിലെ ഷിറിയ വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് ഇക്ബാൽ തന്റെ പേരിൽ നിലവിലുള്ള വാറണ്ട് കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ നാമനിർദ്ദേശ പത്രികയിൽ വെളിപ്പെടുത്തിയില്ല എന്നാണ് പരാതി. സംഭവത്തിൽ ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയതായി UDF സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി കൗൺസിലറുമായ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. ഷിറിയ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി കൗൺസിലറായ അബൂബക്കർ സിദ്ദീഖും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CPM ബന്ദിയോട് ലോക്കൽ കമ്മിറ്റി മെമ്പർ മുഹമ്മദ് ഇക്ബാലും മാത്രമാണ് നോമിനേഷൻ നൽകിയത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് ഇക്ബാൽ തന്റെ പേരിൽ നിലവിലുള്ള വാറണ്ട് കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ നാമനിർദ്ദേശ പത്രികയിൽ വെളിപ്പെടുത്തിയില്ല എന്നാണ് സിദ്ദീഖിന്റെ പരാതി. ആദ്യം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന ഇക്ബാൽ പിന്നീട് പൊതു സ്വതന്ത്രൻ എന്ന നിലയ്ക്കാണ് പുതിയ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നും ലീഗ് നേതൃത്വം ആരോപിക്കുന്നു. ഈ വാർഡിൽ കഴിഞ്ഞ തവണ 200 വോട്ട് നേടിയ BJPക്ക് സ്ഥാനാർത്ഥിയില്ലാത്തത് CPMനെ സഹായിക്കുവാനാണെന്ന മറ്റൊരു ആരോപണവും മുസ്ലിം ലീഗ് നേതൃത്വം ഉന്നയിക്കുന്നു. വാറണ്ട് പ്രതി എന്നതും കേസുണ്ടെന്ന കാര്യവും മറച്ചുവെക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് UDF വ്യക്തമാക്കുന്നു. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയതായി മുസ്ലിം ലീഗ് നേതാവ് ഗോൾഡൻ റഹ്മാൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കേസ് വിവരം മറച്ചുവെച്ച സ്ഥാനാർത്ഥിക്കും ഭരണപാർട്ടിയായ CPMനും വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഗോൾഡൻ റഹ്മാൻ പറഞ്ഞു. ഒരു വക്കീലിനെ വെച്ചിട്ട് അവർ അഫിഡവിറ്റ് കൊടുത്താൽ സുഖമില്ല, അല്ല മറ്റൊരു പരിപാടി കൊടുത്താൽ അതിങ്ങനെ നീങ്ങുന്നു. ശരി, കേസിൽ അവർ ഒന്നും ചെയ്യാതെയാണ് വാറണ്ടായി നിൽക്കുന്നത്. ശരി, ഈ ഇന്നത്തെ സംവിധാനത്തിൽ, പോലീസ് സംവിധാനത്തിൽ, കോടതി സംവിധാനത്തിൽ ഒരു വ്യക്തി കേസായി അറിയുന്നില്ല എന്ന് എങ്ങനെ സാർ വിശ്വസിക്കുന്നത്? അല്ല, ഞങ്ങൾ അവർക്ക് അറിഞ്ഞിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ ക്ലോസ് ചെയ്യരുത്. ഞാൻ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവർക്ക് മുൻകാലങ്ങളിൽ അനുവദിച്ചിട്ടുള്ള സമ്മൻസിന്റെ കോപ്പി തന്നാൽ മതിയാണ്. അവർ പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തിക്ക് കേസിന്റെ ഇൻഫർമേഷനായി സമ്മൻസ് ആണ് കൊടുക്കല്. ആ സമ്മൻസ് അവർക്ക് ലഭിച്ചതായി ഞാൻ തന്നാൽ അല്ല സർ, ഞാൻ ചോദിക്കുന്നതല്ല സർ. ഒരു കേസായാൽ ആ കേസായിട്ടുള്ള ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിൽ ഒരു കോടതിയിൽ ഹാജരാകണം എന്നതാണ് സമ്മൻസ്. ഈ സമ്മൻസ് ഇവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുള്ളത് അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അയോഗ്യതകളൊന്നും ഇപ്പൊ അവർക്ക് ശരിക്കും അങ്ങനെയുള്ള ശിക്ഷ, അതായത് പണിഷ് ചെയ്ത നിലവിൽ കേസ് ഉണ്ടോ എന്നുള്ള കോടതി പരിശോധിക്കും. അവർ ശിക്ഷിച്ചോ എന്നുള്ള കേസ് അങ്ങനെയുള്ളതില്ലല്ലോ, അങ്ങനെയുള്ളതില്ല.
ശിക്ഷകല്ല. ശിക്ഷ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മത്സരിക്കാനേ പാടില്ല. പക്ഷെ ഇത് ശിക്ഷകതല്ല, നിലവിൽ കേസ് ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളിൽ ഇത്ര കേസ് വിവരങ്ങൾ കാണിച്ചു തന്നത്. സ്ഥാനാർത്ഥിക്കെതിരെ പരാതി ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവർ വിജയിക്കുകയാണെങ്കിൽ അയോഗ്യനാക്കുവാൻ കോടതിയെ സമീപിക്കാമെന്ന വിചിത്ര ഉപദേശമാണ് ഉദ്യോഗസ്ഥർ നൽകിയതെന്നും ഗോൾഡൻ റഹ്മാൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചരിത്രപ്രസിദ്ധമായ ബന്തെടുക്ക ഏണിയാടി മഖാം ഉറൂസ് ജനുവരി 15 മുതൽ 22 വരെ നടക്കും. 15-ാം തീയതി രാത്രി 9 മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. കേരള, കർണാടക മന്ത്രിമാർ, MLA-മാർ, MP-മാർ, മത, രാഷ്ട്രീയ, സാമൂഹ്യ നേതാക്കൾ എന്നിവർ ഉറൂസിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ബന്തെടുക്ക ഏണിയാടി മഖാം ഉറൂസ് 2026 ജനുവരി 15 മുതൽ 22 വരെ നടത്തപ്പെടുന്നു. 15-ാം തീയതി വ്യാഴാഴ്ച പകൽ 11 മണിക്ക് പതാക ഉറൂസ് ചെയർമാൻ AB ഷാഫി ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം. ഉന്നതരായ കേരള, കർണാടക മന്ത്രിമാർ, MLA-മാർ, MP-മാർ, മത, രാഷ്ട്രീയ, സാമൂഹ്യ നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 15-ാം തീയതി വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് മഹല്ല് കാളി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജമാഅത്ത് ഖത്തീബ് അബ്ദുല്ലാഹി സഅദി ദേളി പ്രഭാഷണം നടത്തും. 16-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് പ്രഭാഷണം നടത്തും. 17-ാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് കണ്ണൂർ ബൂസൂരി ടീമിൻ്റെ മഹാന്മാരെക്കുറിച്ചുള്ള കവാലി പരിപാടി അരങ്ങേറും. രാത്രി ഇശാഇന് ശേഷം പള്ളി ഖബർസ്ഥാനിൽ സാലിം തങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടുപ്രാർത്ഥനയും നടക്കും. ശേഷം 9 മണിക്ക് മുനീർ ഹുദവി കൊല്ലം പ്രഭാഷണം നടത്തും. 18-ാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് വിവിധ നാടുകളിൽ നിന്നുള്ള ദഫ് ടീമുകളുടെ ദഫ് മത്സരവും അരങ്ങേറും. രാത്രി 9 മണിക്ക് പേരോട് മുഹമ്മദ് അസ്ഹരി പ്രഭാഷണം നടത്തും. 19-ാം തീയതി തിങ്കൾ ഉച്ചക്ക് മദദെ റസൂൽ പ്രോഗ്രാം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ലുക്മാനുൽ ഹക്കീം ഫാദിൽ മിസ്ബാഹി പ്രഭാഷണം നടത്തും. രാത്രി 9 മണിക്ക് ഷമീർ ദാരിമി കൊല്ലം പ്രഭാഷണം നടത്തും. 20-ാം തീയതി രാത്രി 9 മണിക്ക് ഡോക്ടർ ഹാഫിൽ ജുനൈദ് ജൗഹരി കൊല്ലം പ്രഭാഷണം നടത്തും. 21-ാം തീയതി രാത്രി 9 മണിക്ക് നൗഷാദ് ബാഖവി കൊല്ലം പ്രഭാഷണം നടത്തും. 22-ാം തീയതി ഉച്ചക്ക് മുത്തന്നൂർ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ഹൈദ്രോസി മുത്തന്നൂർ തങ്ങൾ ഉറൂസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ AB ഷാഫി, കൺവീനർ ലത്തീഫ് മുല, അബ്ദുൽ ഹക്കീം അംജദി, അബൂബക്കർ കുമ്പക്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ മോദി സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലേബർ കോഡിൻ്റെ കോപ്പികൾ കത്തിച്ചുകൊണ്ട് CITUവിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി പിരിച്ചുവിടാൻ പാടില്ല. പിരിച്ചുവിടണമെങ്കിൽ ഗവൺമെന്റ് അംഗീകാരം വേണം. ഈ നിയമത്തിൽ പറയുന്നത് 300 തൊഴിലാളി വരെ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ ഏകപക്ഷീയമായി തൊഴിലുടമക്ക് തൊഴിലാളിയെ പിരിച്ചുവിടാം. ഒരാനുകൂല്യം കൊടുക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ 77% വ്യവസായ സ്ഥാപനങ്ങളും 300 താഴെ തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനങ്ങളിൽ ആ തൊഴിലാളിക്ക് ഇപ്പോൾ മിനിമം കൂലിയുണ്ട്, PF ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, എല്ലാ നിയമങ്ങളും ഉണ്ട്. ഇനി മുതൽ ആ തൊഴിലാളിക്ക് ഈ നിയമം, ഈ ആനുകൂല്യം കൊടുക്കേണ്ടതില്ല എന്നാണ് പച്ച മലയാളത്തിൽ ഇപ്പോൾ BJP പാസ്സാക്കിയ നിയമത്തിൽ പറയുന്നത്. എല്ലാവരും എതിർക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥന. എന്തായാലും കേരളത്തിൽ, ഇന്ത്യയിലെ BMS തുടങ്ങിയുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഇന്നലെ യോഗം ചേർന്നു. 26-ാം തീയതി രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും നടത്താൻ വേണ്ടി പോവുകയാണ്.
കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് ഒരു പണിമുടക്ക് സമരത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോകുന്നില്ല. CITU ഇന്നലെയും ഇന്നും നാളെയുമായി വ്യാപകമായി ഇത്തരത്തിൽ ചെറുതും വലുതുമായ പ്രതിഷേധം നടത്തി ഈ ഉത്തരവിന്റെ കോപ്പികൾ പരസ്യമായി കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. AR ധന്യവാദ് അധ്യക്ഷത വഹിച്ചു. K രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ, P ജാനകി, C ശോഭലത, K വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ അധ്യാപക പരിഷത്ത് 47-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. മംഗലാപുരം നോർത്ത് MLA ഡോക്ടർ ഭരത് ഷെട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. ദേശീയ അധ്യാപക പരിഷത്ത് 47-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം NTU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നു. മംഗലാപുരം നോർത്ത് MLA ഡോക്ടർ ഭരത് ഷെട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. NTU സംസ്ഥാന പ്രസിഡന്റ് K സ്മിത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കജമ്പാടി സുബ്രഹ്മണ്യ ഭട്ട് മുഖ്യാതിഥിയായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP ദക്ഷിണ കന്നഡ ജില്ലാ പ്രസിഡന്റ് സതീഷ് കുമ്പളെ, അഡ്വക്കേറ്റ് K കരുണാകരൻ, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് P ഹരിശ്ചന്ദ്ര നായക്, A ജിഗി, K പ്രഭാകരൻ നായർ, T സീതാറാം, P ഉപേന്ദ്രൻ, KV ബാബു, A ശ്യാംകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T അനൂപ് കുമാർ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് T കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി പെൻഷനേഴ്സ് ഫോറം HMS കാസർഗോഡ് ജില്ലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ദ്രോഹ നിയമമായി മാറിയ 4 ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും നിർമ്മാണ തൊഴിലാളി പെൻഷനേഴ്സ് ഫോറം HMS കാസർഗോഡ് ജില്ലാ സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ആവശ്യമുന്നയിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ക്ഷേമ ഓഫീസിൽ പോയി നിങ്ങളുടെ കാര്യം ശരിയാക്കി വരുന്നതായിരിക്കും. ബാങ്കിൽ പൈസ വരാത്ത കാര്യങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ 3-4 ആളുകളുടെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അവരെ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ സംഘടനാ സംവിധാനത്തിൽ സജീവമായി ഉണ്ടാകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. 2000 രൂപ ഈ നവംബർ മാസം സംസ്ഥാന സർക്കാർ 400 രൂപ വർദ്ധിപ്പിച്ച് എന്തായാലും അത് കൊടുക്കും. ഈ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അതേപോലെ മറ്റ് അധികാരികളും ചെയ്യുന്ന നടപടികൾ നമുക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ തുടർച്ചയായി കിട്ടണം എന്നുള്ള അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. ജില്ലാ പ്രസിഡന്റ് VM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. HMS ജില്ലാ സെക്രട്ടറി VV വിജയൻ, പെൻഷനേഴ്സ് ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി K അംബു, ജോയിന്റ് സെക്രട്ടറി KV കുഞ്ഞിക്കണ്ണൻ, C ബാലകൃഷ്ണൻ, K രവീന്ദ്രൻ, കൃഷ്ണൻ മേനോക്ക്, V രതി, VV ഇന്ദിര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജനകീയ സംഘാടനത്തിന്റെ മികവിൽ തൃക്കരിപ്പൂർ മാണിയാട്ട് നാടകാചാര്യൻ NN പിള്ളയുടെ നാമധേയത്തിൽ നടന്നുവന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് നാടകകലയുടെ അവതരണത്തിനായി ഒരു ഗ്രാമത്തിന്റെ ഐക്യപ്പെടലാണ്. മാസങ്ങളായുള്ള ഒരുക്കത്തിൻ്റെയും സഹനത്തിൻ്റെയും അടയാളങ്ങളാകുകയാണ് ഇവിടത്തെ സംഘാടനം. സംസ്ഥാനത്തെ മികച്ച നാടക സംഘങ്ങളെ ക്ഷണിച്ച് പ്രൊഫഷണൽ നാടക മത്സരം അരങ്ങിലെത്തിക്കുന്നതിൽ ചെറുതും വലുതുമായ 100 കണക്കിന് കലാസ്നേഹികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണുള്ളത്. സംസ്ഥാനത്ത് തന്നെ അപൂർവമായി നടന്നുവരുന്ന പ്രൊഫഷണൽ നാടക മത്സരം എന്ന ഖ്യാതി മാണിയാട്ട് കോറസ് കലാസമിതി ആതിഥേയത്വം വഹിക്കുന്ന നാടകാചാര്യൻ NN പിള്ളയുടെ നാമധേയത്തിലുള്ള മേളയ്ക്കുണ്ട്. ഉദിനൂർ ബാലഗോപാലൻ ചെയർമാനും TV ബാലൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് നാടക മത്സര നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചത്. 12ാമത് വർഷമായ ഇത്തവണ വ്യത്യസ്തങ്ങളായ 9 പ്രൊഫഷണൽ നാടകങ്ങളാണ് മത്സരത്തിനെത്തിയത്. തിരുവനന്തപുരം അജന്തയുടെ വംശം മികച്ച നാടകമായി തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം മികച്ച 2ാമത്തെ നാടകമായി. ഗ്യാലപ്പോളിലൂടെ ജനപ്രിയ നാടകമായി തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി തിരഞ്ഞെടുത്തു. മികച്ച നടനായി തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരത്തിലെ റഷീദ് മുഹമ്മദിനെയും മികച്ച നടിയായി സുകുമാരി എന്ന നാടകത്തിലെ കലാമണ്ഡലം സന്ധ്യയെയും തിരഞ്ഞെടുത്തു.
മികച്ച സംവിധായകനായി സുരേഷ് ദിവാകർ വംശം നാടകം, മികച്ച നാടകരചന പ്രദീപ് കാവുന്തിറ സുകുമാരി നാടകം, മികച്ച ദീപനിയന്ത്രണം റിജി പാപ്പനങ്കോട് വംശം നാടകം, മികച്ച ഹാസ്യനടൻ നൂറനാട് പ്രദീപ് അങ്ങാടിക്കുരുവികൾ നാടകം, മികച്ച രണ്ടാമത്തെ നടൻ അനിൽ ചെങ്ങന്നൂർ വംശം നാടകം, മികച്ച രണ്ടാമത്തെ നടി ഗ്രീഷ്മ ഉദയൻ താഴ്വാരം നാടകം തുടങ്ങി നിരവധി അവാർഡുകൾ വിതരണം ചെയ്തു. സുനിൽ മാള, രാജ്മോഹൻ നീലേശ്വരം, വെൺകുളം ജയകുമാർ എന്നിവരാണ് വിധികർത്താക്കളായിരുന്നത്. ഞായറാഴ്ച രാത്രി ആയിരങ്ങൾക്ക് സംഘാടകർ സമൂഹ സദ്യ വിളമ്പിയാണ് നാടക ഗ്രാമത്തിലെ നാടക ഉത്സവത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സാങ്കേതിക വിദ്യ വലിയ തോതിൽ വളർന്ന് 500 രൂപയുടെ ചൈന ഫോൺ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുന്ന പുതിയ കാലത്ത് വലിയ കലകളെയും കലാരംഗത്തുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുവാൻ ഇത്ര വലിയ ആൾക്കൂട്ടം മാധ്യമായാണ് താൻ കാണുന്നതെന്ന് പ്രമുഖ സിനിമാ നടിയും ദേശീയ അവാർഡ് ജേതാവുമായ ഉർവശി അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ മാണിയാട്ട് കോറസ് കലാസമിതി ഏർപ്പെടുത്തിയ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു ഉർവശി. ഇവിടെ വരുന്ന എല്ലാവരും മണിയാട്ട് ഒന്നുകൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. 1000 തവണ സത്യമാണ് കേട്ടോ. ഞാൻ കുട്ടികളുടെ എന്നോട് 1-2 മാസത്തിന് മുമ്പാണ് ഇത് പറയുന്നത്. എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു, ആശാം ഒരു ഫിലിമിൻ്റെ ഷൂട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പിള്ളമാൻ്റെ പേരിലുള്ള ഒരു അവാർഡാണ്. അപ്പം എനിക്ക് തോന്നിയത് കോട്ടയംകാരനായ പിള്ളമാൻ അവിടെ ഒന്നും ഇല്ലാത്തത്ര ഇത്രയും 12 വർഷമായിട്ട് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന അത്രയധികം നാടക സ്നേഹികൾ ഈ നാട്ടിലുണ്ടോ? അത്രയും വലിയ രീതിയിലാണോ ഇത് നടത്തുന്നത്? അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ ചെന്നൈയിൽ നിന്നൊക്കെ ദിവസവും ഇങ്ങോട്ട് വന്നു പോകാൻ നേരത്തൊക്കെ ആണെങ്കിൽ ട്രെയിൻ നമ്മൾ കയറിയൊക്കെ പോരും, മാംഗ്ലൂർ മെയിലായാലും നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ പല ദിവസവും നമ്മൾ ആലോചിക്കണം കറക്റ്റ് ആ ടൈമിങ്ങിന് പിറ്റേന്ന് തിരിച്ചെത്താൻ സമയമുണ്ടോ എന്നൊക്കെ. എന്തായാലും ഒരു വലിയ ദൈവാധീനം പോലെ ഷൂട്ടിങ്ങിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ 2 ദിവസം മുഴുവൻ ഫ്രീ ആയി കിട്ടി. അതൊക്കെ ഒരു ഭാഗ്യം, എൻ്റെ ഭാഗ്യം എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഇത്രയും നല്ലൊരു എന്താ പറയുക ഒരു പ്രിയങ്കരായ ജനങ്ങളെ ഞാൻ മിസ് ചെയ്ത് പോകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് എന്നെന്നും ഇങ്ങനെ നിലനിൽക്കണം. നിങ്ങളുടെയൊക്കെ സ്നേഹം, ഞങ്ങളെപ്പോലെ സിനിമയിൽ നിന്ന് വരുന്ന ഓരോരുത്തരും ഈ നാടിനെ ആദരിക്കണം. സമാപന സമ്മേളനം മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ഉപാധ്യക്ഷൻ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടി ഊർവശിക്ക് സമ്മാനിച്ചു. രാജ്മോഹൻ നീലേശ്വരൻ നാടക വിജയികളെ പ്രഖ്യാപിച്ചു. സിനിമാ താരം വിജയരാഘവൻ, സംവിധായകൻ ജോണി ആന്റണി, നടന്മാരായ രമേശൻ, പി കുഞ്ഞികൃഷ്ണൻ, KU മനോജ്, സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ TV ബാലൻ, പ്രദീപ് കുമാർ രാമപുരത്ത്, MV കോമൻ നമ്പ്യാർ, ഷിജോയ് മാണിയാട്ട്, ആനക്കൈ ബാലകൃഷ്ണൻ, അരവിന്ദൻ മാണിക്കോത്ത്, KV വേണുഗോപാലൻ, PV കുട്ടൻ, CK സുനിൽകുമാർ, EP രാജഗോപാലൻ, KV സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം നന്ദനയുടെയും പ്രതീക്ഷയുടെയും സെമി ക്ലാസിക്കൽ നൃത്തം, അദീന നാടൻ കലാകേന്ദ്രത്തിൻ്റെ നാടൻ പാട്ട് എന്നിവ അരങ്ങേറി. സമാപന ദിവസം എത്തിയ ആയിരങ്ങൾക്ക് സമൂഹ സദ്യ നൽകി. സമാപന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികളെ മാണിയാട്ട് ഗ്രാമത്തിൽ തുറന്ന വാഹനത്തിൽ ആനയിച്ചു. ഇത്തവണ 9 മത്സര നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മജീർപള്ള ഡിവിഷനിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി LDF. സാമൂഹ്യപ്രവർത്തകനും ജനകീയ നേതാവുമായ മുസ്തഫ കടമ്പാറിനെയാണ് ഇത്തവണ LDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയത്. ഇത്തരത്തിൽ പ്രബലർ സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്തതോടെ മഞ്ചേശ്വരം ബ്ലോക്കിലെ ശ്രദ്ധേയമായ ഡിവിഷനായി മാറിയിരിക്കുകയാണ് മജീർപള്ള ഡിവിഷൻ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ മജീർപള്ള ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് മുന്നണികൾ ഇവിടെ കളത്തിലിറക്കിയത്. സാമൂഹ്യപ്രവർത്തകനും ജനകീയ നേതാവുമായ മുസ്തഫ കടമ്പാറിനെയാണ് ഇത്തവണ LDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയത്. മുസ്തഫ കടമ്പാറിന്റെ ജനകീയതയും നേതൃഗുണവുമെല്ലാം വിജയഘടകമാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. നാടിൻ്റെ ഓരോ മിടിപ്പുകളും അറിയുന്ന നേതാവായതിനാൽ തന്നെ വികസന വിഷയത്തിലടക്കം മുന്നേറ്റമുണ്ടാക്കുവാൻ മുസ്തഫയ്ക്ക് സാധിക്കുമെന്നാണ് LDF വിലയിരുത്തുന്നത്.
വിജയിച്ചു കഴിഞ്ഞാൽ നാടിന്റെ വികസനത്തിന് ജാതിമത ഭേദമന്യേ മുഴുവൻ സമയ പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് മുസ്തഫ കടമ്പാറിന്റെ ഉറപ്പ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ മജിൽപ്പള്ള ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ നാട്ടുകാർക്ക് പറയാനുള്ളത്, ഞാൻ ജയിച്ചു വന്നാൽ എൻ്റെ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി രാത്രിയും പകലും ഞാൻ പോരാടുന്നു. എൻ്റെ നാട്ടിൻ്റെ വികസനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മാത്രം ഞാൻ കണ്ടെത്തുകയല്ലാതെ എൻ്റെ നാട്ടിൽ എത്രത്തോളം എൻ്റെ നാട്ടുകാരെ സഹായിക്കണം എന്നുള്ളത് ആ രീതിയിലേക്ക് സഹായിച്ചുകൊണ്ട് എൻ്റെ പരിപൂർണമായ എൻ്റെ 5 കൊല്ലത്തെ ജീവിതത്തിൽ അതെല്ലാം പരിപൂർണമായിട്ടും വികസനത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ഇത്തരത്തിൽ പ്രബലർ സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്തതോടെ മഞ്ചേശ്വരം ബ്ലോക്കിലെ ശ്രദ്ധേയമായ ഡിവിഷനായി മാറിയിരിക്കുകയാണ് മജീർപ്പള്ള ഡിവിഷൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NCC ദിനാചരണം. കാസർഗോഡ് BMHS വിദ്യാലയത്തിലെ NCC കേഡറ്റുകൾ കാസർഗോഡ് കടപ്പുറം ബീച്ച് പരിസരം വൃത്തിയാക്കി. പുനീത് സാഗർ അഭിയാൻ പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. കാസർഗോഡ് കടപ്പുറം ബീച്ച് പരിസരം വൃത്തിയാക്കി കാസർഗോഡ് BMHS വിദ്യാലയത്തിലെ NCC കേഡറ്റുകൾ നടത്തിയ മാതൃകാ പ്രവർത്തനം ശ്രദ്ധേയമായി. NCC ദിനാചരണത്തോടനുബന്ധിച്ച് പുനീത് സാഗർ അഭിയാൻ പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കിയായിരുന്നു NCC കേഡറ്റുകളുടെ മാതൃകാ പ്രവർത്തനം. സ്കൂൾ പ്രധാനാധ്യാപകൻ ഗണേശ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി യശ്വന്ത്, NCC കെയർടേക്കർ റിനോൾഡ് ജോസഫ് ഡാനിയൽ, സ്കൂൾ SMC ചെയർമാൻ ഡോക്ടർ KN വെങ്കിട്ടരമണ ഹൊള്ള, സ്കൂൾ സ്റ്റാഫ് മെമ്പർമാർ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. കടൽ തീരം ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്നും വരും കാലങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും സ്കൂൾ SMC ചെയർമാൻ ഡോക്ടർ KN വെങ്കിട്ടരമണ ഹൊള്ള KCN ന്യൂസിനോട് പറഞ്ഞു. എത്രയോ പ്ലാസ്റ്റിക്കും ഇത്ത കാര്യങ്ങളും ഈ കടൽ സൈഡിൽ നിന്നുകൊണ്ടിരുന്നു. അതെല്ലാം ശുചി ചെയ്തിട്ട് ഇന്ന് മുമ്പിലോട്ട് കൂടി എല്ലാ സംശയങ്ങളും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും എല്ലാവരും ഇതിന് മുമ്പിലോട്ട് നടപടിയെടുത്തിട്ട് ഈ സാഗരം ക്ലീൻ ചെയ്യണം. സ്വച്ഛ സാഗർ അഭിയാനം കൊളിക്കണമെന്ന് ഈ സന്നദ്ധ ഞാൻ പറയുന്നു. 100ഓളം കുട്ടികൾ ശുചീകരണത്തിൽ പങ്കെടുത്തു. കടപ്പുറത്തെ അച്ഛന്മാരും സമിതി ഭാരവാഹികളും നാട്ടുകാരും നിറഞ്ഞ സ്നേഹത്തോടെ ഈ ശുചീകരണ പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ പഞ്ചായത്ത് 15-ാം വാർഡ് കിഴക്കുംകര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കിഴക്കുംകരയിൽ CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ K സബീഷ് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് 15-ാം വാർഡ് കിഴക്കുംകര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കിഴക്കുംകരയിൽ CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ K സബീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 10 വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്ന സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് എന്നതാണ്. ഞാൻ ഇന്നലെ പുല്ലൂർപ്പെരിയയിൽ 2 വാർഡ് നമ്മളെ ഈ ഡിവിഷനിലുണ്ട്. രാവിലെ മാക്കരങ്കോട്ട് പോയി, അവിടെ ഹരിപുരം വാർഡിന്റെ, അതിനുശേഷം വിഷ്ണുമംഗലം വാർഡിലാണ് പോയത്. പ്രഭാകരന്റെ വീട്ടിന്റെ മുകളിലേക്കാണ് പോയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ കുറെ ആളുണ്ട്. അപ്പൊ ഞാൻ ഈ തൊഴിലുറപ്പിന്റെ കാര്യമെല്ലാം ചോദിച്ചിട്ട് നല്ല ചോദിച്ചാലോ പെൻഷൻ കിട്ടിയിട്ടെന്ന് വെച്ചു. അവരുടെ പെൻഷൻ കിട്ടി. ഞാൻ പിന്നെന്തെന്ന് വേണ്ടത്? അല്ല ഇനിയും വേണം. ഇപ്രാവശ്യം 3600 ആക്കിയിനി. അപ്പൊ എല്ലാ മാസവും 3600 തരണം. എല്ലാ മാസവും 3600 തരണം എന്നൊരു അമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ 2000 തന്നിട്ടുണ്ട്, 1600 ഒരു മാസത്തെ കുടിശ്ശിക. ഇങ്ങ ബേജാറാക്കണ്ട. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് അത് 2500. K മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPI നേതാവ് A ദാമോദരൻ, സ്ഥാനാർത്ഥികളായ മൂലക്കണ്ടം പ്രഭാകരൻ, K ബിന്ദു, CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ സെക്രട്ടറി K വിശ്വനാഥൻ, K മീന എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥികളെ യോഗത്തിൽ ഷോളണിയിച്ച് സ്വീകരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ വാർഡിൽ നിന്നും വിജയിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച K മീനയെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. V നാരായണൻ സ്വാഗതം പറഞ്ഞു. LDF 15-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി K മോഹനെയും കൺവീനറായി V നാരായണനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അജാനൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് LDF കൺവെൻഷൻ നടന്നു. രാമഗിരിയിൽ നടന്ന കൺവെൻഷൻ ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് 4-ാം വാർഡ് LDF കൺവെൻഷൻ നടന്നു. രാമഗിരിയിൽ നടന്ന കൺവെൻഷൻ ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകമാനം ജനങ്ങൾ ഏറ്റെടുക്കുന്ന ആവേശകരമായ കാഴ്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുക ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് എത്ര MP മാരുണ്ട് എന്നതായിരിക്കാം. പക്ഷെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് ലോക്സഭയിലോ രാജ്യസഭയിലോ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കൃത്യമാണ്, ആകെ ഒരു സംസ്ഥാനത്താണ്. പക്ഷെ ഈ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ നമുക്കെല്ലാം ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ സംവിധാനം കൊണ്ടുവന്ന് BJP-യെ പ്രതിരോധിച്ചിരുന്നില്ലെങ്കിൽ ഈ 2025 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. പ്രകാശൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പെരിയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി സോയ KK, ബ്ലോക്ക് പഞ്ചായത്ത് ചിത്താരി ഡിവിഷൻ സ്ഥാനാർത്ഥി രതീഷ് വെള്ളംതട്ട, അജാനൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് സ്ഥാനാർത്ഥി ദീപ പ്രവീൺ, KV കൃഷ്ണൻ, P കൃഷ്ണൻ, P മിനി, T ശാന്തകുമാരി, K പവിത്രൻ, കരുണാകരൻ കരിമ്പിൽ, K വേണു എന്നിവർ സംസാരിച്ചു. A പവിത്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. അനീഷ് രാമഗിരി, B മാധവൻ, ബാലകൃഷ്ണൻ KK, ഹരീഷ് കൊട്ടിലങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ഭാരവാഹികളായി ചെയർമാനായി പ്രകാശൻ പള്ളിക്കാപ്പിലിനെയും സെക്രട്ടറിയായി A പവിത്രൻ മാസ്റ്ററെയും കൺവെൻഷനിൽ വെച്ച് തെരഞ്ഞെടുത്തു. കൺവെൻഷനിൽ വെച്ച് രാവണേശ്വരം വിനോദ വികസന കലാകായിക കേന്ദ്രം രാമഗിരി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച RSL ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം P കൃഷ്ണൻ കോടാട്ട് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് സിനിമാസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 2025 ഡിസംബർ 7-ന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് സിനിമാസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 2025 ഡിസംബർ 7-ന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസിയിൽ നടക്കും. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമായി നിരവധി മികച്ച ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടും. ജൂറി ചെയർമാനും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുമായ രാജസേനൻ ചടങ്ങിൽ തെരഞ്ഞെടുത്ത 10 ചിത്രങ്ങൾക്ക് 20-ൽ പരം അവാർഡുകൾ സമ്മാനിക്കും. കാസർഗോഡ് സിനിമാസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസിയിൽ ചേർന്ന് ഷാജി എൻ കരുണിന്റെ പേരിൽ കേരള സംസ്ഥാനതല ഷോർട്ട് ഫിലിം ഫെസ്റ്റ് കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലെ അകത്തും പുറത്തുമായ ഒട്ടനവധി ഹ്രസ്വചിത്രങ്ങൾ ഈ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10ഓളം ചിത്രങ്ങൾ 2025 ഡിസംബർ 7-ന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസി പ്രദർശിപ്പിക്കുകയും അതിൻ്റെ ജൂറി ചെയർമാനായി പ്രശസ്ത സംവിധായകൻ ശ്രീ രാജസേനൻ സാർ പങ്കെടുക്കുകയും 21ഓളം അവാർഡുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി രഞ്ജിരാജ് കരിന്തളം, വൈസ് പ്രസിഡന്റ് സുമേഷ് നാരായണൻ, ട്രഷറർ നിഷാന്ത് തലയെടുക്കം, ജോയിന്റ് സെക്രട്ടറി വിനോദ് കണ്ണോൽ, ഹാരിസ്, ബിഗ് മാൾ പ്രതിനിധികളായ ഖാലിദ് സി പാലക്കി, സഹൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ സംഘർഷം കാസർഗോഡിനെ യുദ്ധക്കളമാക്കി. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ശാരീരിക സ്വാസ്ഥ്യമുണ്ടായി, പലർക്കും പരിക്കേറ്റു. സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. പരിമിതമായ സ്ഥലത്ത് പരിപാടി നടത്തി, തിരക്ക് നിയന്ത്രിക്കുവാൻ സൗകര്യമൊരുക്കിയില്ല. കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടി അലങ്കോലമായത് സംഘാടനത്തിലെ പിഴവിൽ വൻ വിമർശനം. പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട്ടിലാക്കി. പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി.
ഷിറിയ വാർഡിൽ വാറണ്ട് കേസിൽ പ്രതിയായ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പത്രിക അംഗീകരിച്ചുവെന്ന പരാതിയുമായി UDF രംഗത്ത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതായി UDF സ്ഥാനാർത്ഥി. ഏണിയാടി മഹാമുറൂസ് ജനുവരി 15 മുതൽ 22 വരെ നടക്കും. 15-ാം തീയതി രാത്രി 9 മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി പെൻഷനേഴ്സ് ഫോറം HMS കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.